ഫ്രണ്ടിന്റെ മാരേജ് ആണ്. നമുക്ക് ഇന്നൊരു മാരേജ് വ്ലോഗ് കാണാം. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ. അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു അവരുടെ താലികെട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഞങ്ങളോട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ. ഒരുപാട് ടൈം ഉണ്ടായിരുന്നു, മീൻസ് മുഹൂർത്തത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത്ര ഹരിബറിയൊന്നും അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓരോ ചടങ്ങുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഇതാ താലി കെട്ടിയിട്ടോ. അവൾ പെട്ടുപോയി ഗൈസ്, പെട്ടുപോയി. അങ്ങനെ താലി കെട്ടി. എന്താ പറയുക, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോളിടെക്നിക്കിൽ പഠിച്ചതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഫ്രണ്ട്ഷിപ്പാട്ടോ ഞങ്ങളുടെ ലേഡീസ് ആ ഒരു ഫ്രണ്ട്സിൽ ഏറ്റവും ലാസ്റ്റ് കല്യാണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. റിജീനാണ് അവളുടെ പേര്, ക്രിസ്പിൻ എന്നാണ് അവൻ്റെ പേര് കേട്ടോ. ക്രിസ്പിനാണോ ക്രിസ്പിൻ, ഓക്കെ, ക്രിസ്പിൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അതെൻ്റെ സീനിയറായിരുന്നു. പിന്നെ ജൂനിയേഴ്സ്, അതുപോലെ നമ്മളെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു ഇവന്മാരെയൊക്കെ കണ്ടിട്ട്. ഒരു ഏകദേശം 10 കൊല്ലത്തിനടുത്തായിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പളാട്ടോ. അപ്പോൾ ഇവരൊക്കെ നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. പിന്നെ നമ്മുടെ കുറേ കത്തിവെപ്പ്, ചിറ്റാറ്റ്, ഈ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ആകെ 2 ലേഡീസാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആയിരിക്കുന്ന കുട്ടി ജൂനിയർ ആയിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും ബോയ്സ് ആയിരുന്നു. പക്ഷേ എന്നാലും ആ ഒരു വൈബ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോഴുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. അത്രയും അടിപൊളിയാണ് ഫ്രണ്ട്സുമായിട്ടുള്ള ആ ഒരു ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കയറി. അലമ്പൊന്നും ആക്കിയില്ല കേട്ടോ. ചെക്കന്മാർ സാധാരണ അലമ്പാക്കലാണ് പതിവ്. പക്ഷേ അത്ര അലമ്പൊന്നും ഇല്ലാതെ നമ്മളെല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഇതാക്കി. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് അലമ്പുണ്ടായത് ഇതവിടെ വെച്ചിട്ടാട്ടോ. എൻ്റെ പപ്പടം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറിക്കലും ഒക്കെ ആയിരുന്നു. 2 പപ്പടം അതുപോലെ താഴ്ത്ത് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ആക്കി ഇടാൻ കാരണം തന്നെ അതാണ്. ഇന്നത്തെ ഈ ഒരു ഡേ ഏറ്റവും മെമ്മറബിളായിട്ട് എനിക്ക് അവിടെ പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. ഞാൻ പപ്പടങ്ങൾ ഇങ്ങനെ വാരി കൂട്ടായിരുന്നു, കാരണം ഞാനൊരു പപ്പടപ്രാന്തിയാണ്. പിന്നെ ഇത് മാനത്തെ മണിത്തുമ്പ് മുട്ടില്ല റീലുണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനായിരുന്നു. അങ്ങനെ കുറേ നേരം വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറേ കത്തിയൊക്കെ അടിച്ച് കുറേ റീൽസൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ റിട്ടേൺ പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. പിന്നെ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം. നമ്മൾ ഓണം വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, എന്നാലും ഇടയിൽ ഇതൊക്കെ കിടക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ബൈ.